ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. എന്നാൽ മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചു. മാർപ്പാപ്പ സ്വയം ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും ലളിതമായ ജോലികൾ ചെയ്യുന്നുണ്ടെന്നും വത്തിക്കാൻ അറിയിക്കുന്നു. വത്തിക്കാനിൽ നിന്ന് സിസ്റ്റർ റൂബിനി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗമനമുണ്ട് എന്നാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ വാർത്താവിനിമയ കാര്യാലയത്തിൽ നിന്ന് റിപ്പോർട്ടിൽ പറയുന്നത്. പാപ്പയ്ക്ക് ശ്വാസതടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പാപ്പയുടെ ആരോഗ്യനിലയിൽ വന്ന ഈ നേരിയ പുരോഗമനം ആശ്വാസകരമാണെങ്കിലും ചികിത്സയും മറ്റു കാര്യങ്ങളും വളരെ ജാഗ്രതയോടെ തുടരുകയാണ്. ഇന്നലെ രാവിലെ പാപ്പ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഉച്ചയോടെ തൻ്റെ ജോലി തുടങ്ങിയെന്നാണ് പറയുന്നത്. ഗാസയിലുള്ള ഒരു ദേവാലയത്തിൽ വികാരിയെ വിളിച്ച് സംസാരിച്ചതായി പറയുന്നു. അതോടൊപ്പം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും പാപ്പ നന്ദി അർപ്പിച്ചു. ദൈവജനത്തിന് നന്ദി അർപ്പിച്ചതായി പറയുന്നു. ഗാസയിലുള്ള തിരുക്കുടുംബ ദേവാലയത്തിൽ നിന്നും അയച്ച ഒരു വീഡിയോ സന്ദേശത്തിനാണ് പാപ്പ നന്ദി അർപ്പിച്ചത്. മുന്നേ അറിയിച്ചിരുന്ന വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളും അത്ര ഗുരുതരമല്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വത്തിക്കാൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിൻ്റെ ചത്തുരത്തിൽ ഒരുമിച്ച് കൂടുകയും പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശുദ്ധ ജപമാല അർപ്പിക്കുകയും ചെയ്തു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകായിരം ജനങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയത്. പാപ്പയുടെ ആരോഗ്യത്തിൽ വന്ന ലഘുവായ ആ പുരോഗമനം കത്തോലിക്ക ജനങ്ങൾക്കും ലോകജനതയ്ക്കും സന്തോഷം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ചികിത്സയും തുടരുകയാണ്. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ.